ഈ ഭാഗ്യകരമായ പ്രത്യാശ കൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം. അപ്പോൾ തന്നെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുള്ള ദുഃഖം, പ്രത്യേകം ഞാനിപ്പോൾ സൂക്ഷിക്കുന്ന പുതുപ്പള്ളി രഹബോത്ത് സഭയോടുള്ള ബന്ധത്തിലും ഉള്ള ഞങ്ങളുടെ വേദനയും ദുഃഖവും ഒപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ള ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം പ്രിയപ്പെട്ട ജോൺ ചായനെയും പ്രിയ മക്കളെയും പ്രിയപ്പെട്ട എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവൻ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വിശേഷാൽ പ്രിയ ജോണിച്ചായൻ, മക്കൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, ചാച്ചക്കാർ, സ്നേഹിതർ, കൂട്ടുവിശ്വാസികൾ, അയൽവാസികൾ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മൃതദേഹത്തിൻ ശവസംസ്കാര ശുശ്രൂഷ 11 മണിക്ക് ഇവിടെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിലൂടെ നല്ല സന്ദേശങ്ങൾ കേൾക്കുവാനിടയായി. വളരെ ദീർഘിപ്പിക്കാതെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞ് ഈ വാക്കുകൾ അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ച് മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ പ്രിയ ജോണിച്ചായനും കുടുംബവും പ്രിയ മാതാവും ഇവിടെയുള്ള ചമ്പക്കര സഭയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുതുപ്പള്ളി സെൻറ്ററിന് ഒരേറ്റം അനുഗ്രഹമായിരുന്നു. പ്രിയ മാതാവിൻ്റെ വേർപാട് ഒരു നഷ്ടമാണ്. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഒരു മാതാവിൻ്റെ വേർപാട് മക്കളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ലോകത്തിലൊരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ചിന്തകന്മാരുടെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാതാവാണ് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ്. ഒരു മാതാവിൻ്റെ വേർപാട് ഏറ്റവും ദുഃഖകരമാണ്. മാതാവിൻ്റെ വേർപാട് കൊണ്ട് നഷ്ടമാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, മാതാവിൻ്റെ വേർപാട് കൊണ്ട് നഷ്ടമാകുന്ന ഏറ്റവും വലിയ കാര്യം മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഒരമ്മ പ്രാർത്ഥിക്കുന്നത് പോലെ മക്കൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? എന്നാൽ നമുക്ക് ദുഃഖിപ്പാൻ കാരണമില്ല. ദൈവവചനാനുസരണം കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് കടന്നു പോയിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഭാഗ്യകരമായൊരു പ്രത്യാശയാണ്. എന്നാൽ മക്കളെ സംബന്ധിച്ച്
അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, സ്വർഗത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലുള്ളത് എന്തെല്ലാമാണെന്ന് പൂർണ്ണമായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന ഭാവിയെക്കുറിച്ച് വെളിപ്പെടുത്തി കിട്ടിയ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കുന്ന പോലെ നാം കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്നാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം യോഹന്നാൻ അപ്പോസ്തലന് പോലും വ്യക്തമല്ലായിരുന്നു. എന്നാൽ തനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം താൻ ഓർപ്പിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും ആശ്വാസകരമാണ്. അതോടൊപ്പം മക്കൾക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, എൻ്റെ മമ്മി കടന്നു പോയിരിക്കുന്ന സ്വർഗം, എൻ്റെ ഇന്നാരും ഒക്കെ കടന്നു പോയിരിക്കുന്ന സ്വർഗം, അവിടേക്ക് കുറെ കൂടെ അടുത്ത് ജീവിപ്പാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നിമിത്തം നമുക്ക് ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവവചനത്തിൽ നിന്ന് വളരെ ആധികാരികമായി ദീർഘമായി എന്തെങ്കിലും സംസാരിപ്പാൻ ഇനി ഞാൻ തയ്യാറാകുന്നില്ല. വളരെ പെട്ടെന്ന് ചുരുക്കം ചില കാര്യങ്ങളോടെ ഓർപ്പിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവദാസൻ ഓർപ്പിച്ചപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചല്ലോ, ലോകത്തിൽ 2 തരത്തിലുള്ള മരണങ്ങളേ ഉള്ളൂ. എത്ര പ്രായാധിക്യത്തിലാണെങ്കിലും, ഹാർട്ട് അറ്റാക്ക് വന്നാണെങ്കിലും, ക്യാൻസറോ പ്രഷറോ മറ്റോ വന്നാണെങ്കിലും, ഒരപകടത്തിൽപ്പെട്ടാണെങ്കിലും 2 തരത്തിലുള്ള മരണങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും, എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. രണ്ടാമത് മറ്റൊരു മരണം ക്രിസ്തുവിൽ മരിക്കുന്ന മരണമാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ ജീവിതം? ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ജീവിതം എന്നുള്ളത്? എന്താണ് ജീവൻ എന്ന് പറയുന്നത്? എന്താണ് ജീവിതത്തെയും ജീവനെയും കുറിച്ച് അതിനെക്കുറിച്ച് ഡെഫിനിഷൻ പറയാൻ, അതിനെക്കുറിച്ചൊരു വിശദീകരണം പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയോ വായിച്ചൊരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളൊരു കാലഘട്ടമെന്നാണ് വായിപ്പാനിടയായത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണോ? ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളൊരു കാലഘട്ടമാണോ ജീവിതം എന്ന് പറയുന്നത്? അതിനു മുമ്പേ ജീവനില്ലേ? അപ്പോൾ അതത്ര ശരിയല്ല. വേറൊരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്നാണ്. എന്നാൽ അത് ശരിയാണ്, ഒരളവ് വരെ ശരിയാണ്. എന്നാൽ അത് അവ്യക്തമാണ്. എന്താണ് നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹിതരെ, നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാം കടം കൊണ്ടിട്ടുള്ള ഒന്നാണ് ഈ ജീവിതമെന്ന് പറയുന്നത്. ആരോട് കടം കൊണ്ടതാണ്? ദൈവത്തോട് കടം കൊണ്ട ഒന്നാണ് ജീവിതം. അതുകൊണ്ടാണ് യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, എന്തിന് എനിക്ക് ഈ ജീവിതം തന്നു എന്ന്? നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ, ഈ നല്ല ജീവിതം, മനോഹരമായ ജീവിതം എനിക്ക് തന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതെ, നാം ചിന്തിക്കുന്നത് പോലെ ഇവിടെ കുറേയേറെ ഗോതമ്പും അരിയും മട്ടനും ചിക്കനുമൊക്കെ തിന്ന് തീർത്ത് ഒരു തലമുറയെ അവശേഷിപ്പിച്ചിട്ട് പോകാൻ നമുക്ക് തന്നിട്ടുള്ളതാണോ ഈ ജീവിതം? അതിനുവേണ്ടി മാത്രമുള്ളതാണോ ജീവിതം? ഒരിക്കലുമല്ല. ഈ ജീവിതം ദൈവം നമുക്ക് തന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്നിട്ടുള്ളതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരവസാനമല്ല, അതൊരു ഭാഗ്യമാണ് എന്ന് ദൈവവചനം പറയുന്നു. ഈ പ്രിയ മാതാവിനെ സംബന്ധിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി, അത് സ്വപ്നം കണ്ട്, അതോർത്ത് സ്തോത്രം ചെയ്ത്, അത് മക്കളെയും പ്രിയപ്പെട്ടവരെയും ഓർപ്പിച്ച് ജീവിച്ച ഒരു മാതാവാണ്. അതുകൊണ്ട് നിത്യതയിൽ ദൈവസന്നിധിയിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. നമുക്ക് നിരാശപ്പെടാൻ അവകാശമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയവർക്കും മരണമുണ്ടാകുമോ?
അങ്ങനെയാണെങ്കിൽ അവരുടെ മരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് ദൈവവചനം പറയുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയവർക്ക് മരണം എന്താണെന്നുള്ളതിന് വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സമയത്തിന്റെ പരിമിതി നിമിത്തം ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയ അതേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ അടുക്കൽ നിന്നൊരു സ്വീകരണത്തിന്, അംഗീകാരത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കിലേക്കുള്ളൊരു യാത്രയാണ് മരണം എന്ന് പറയുന്നത്. യേശുവിന്റെ മരണത്താൽ നമ്മുടെ നിത്യമരണം നീങ്ങിപ്പോയി. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ആ വിടുതൽ പ്രാപിച്ച ദൈവപൈതലിനെ സംബന്ധിച്ച് ദൈവത്തിൽ നിന്നൊരു അംഗീകാരത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആ കിരീടം പ്രാപിപ്പാൻ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പ്രിയ മാതാവ് കടന്നുപോയിരിക്കുന്നത്. അതെ, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ നമ്മൾ എത്ര പേര് 50 വർഷം കൂടി ഈ ലോകമുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് കാണും? നാം എല്ലാം ഈ വഴിയായി കടന്നു പോകേണ്ടവരാണ്. അതെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ദൈവത്തിന് സ്തോത്രം ആ അംഗീകാരം പ്രാപിപ്പാനുള്ള യാത്രയായി നമ്മുടെ മരണം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ലോകത്തിന് തരാൻ കഴിയാത്ത, എടുത്തു കളയാൻ കഴിയാത്ത ദൈവ സമാധാനം കൊണ്ട് ദൈവത്തിന്റെ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം ഒരു പ്രത്യാശയുടെ ഒരു പാട്ടിന്റെ ചില അടികൾ പ്രത്യാശയുള്ള ദൈവമക്കൾ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പാസ്റ്റർ കെ ജോൺ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾ എല്ലാവരും ചേർന്ന് അതേ ആ പ്രത്യാശയുടെ ഒരു ഗീതത്തിന്റെ ചിലയടികൾ പാടിയാട്ടെ. ദൈവത്തിന് സ്തോത്രം. രൂപാന്തരം പ്രാപിക്കുമാ നിരത്തി ശിവനോടി ഭൂതലെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നിരത്തി ഗീതാസ്വരത്തോടും ആർപ്പോടും കൂടെ ഗീതാസ്വരത്തോടും ആർപ്പോടും കൂടെ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂത തുയരാ വിണ്ണോലകം പോകും വിണ്ണോലകം പോകും വിണ്ണോലകം പോകും ദൂത തുയരാ കർത്താവുതങ്കൻ തിരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവുതങ്കൻ തിരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഈ ഭവനത്തിലുണ്ടായിരുന്ന പ്രിയ നിന്റെ ദാസിയെ കഴിഞ്ഞ ദിവസം നിന്റെ അടുക്കിലേക്ക് വിളിച്ചു ചേർപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. അങ്ങേ പിൻപറ്റിയ കാലം മുതൽ ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിപ്പാൻ നല്ലൊരു മാതാവായി, ആമേൻ, സഭയ്ക്ക് നല്ല ഒരു അംഗമായി കഴിഞ്ഞ നാളിൽ പ്രവർത്തിപ്പാൻ, ആമേൻ, പ്രാർത്ഥിക്കുന്ന മാതാവായിരിക്കാൻ അവിടുന്ന് സാവകാശം കൊടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട പ്രകാരം നല്ലവർ പൊരുതുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ പ്രിയ മാതാവിന് നീ ഭാഗ്യം കൊടുത്തല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ സന്നിധിയിൽ ആമേൻ വിശ്രമിക്കുന്ന നിന്റെ ദാസിയെ ഓർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയുടെ വേർപാടിൽ ദുഃഖത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ജോണിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസിനെ പൂർവാധികം ശക്തീകരിക്കണമേ. ആമേൻ, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷേർലിയും കുടുംബത്തെയും ഓർക്കുന്നു, ഷാന്റെയും കുടുംബത്തെയും ഓർക്കുന്നു, ഷീലയും കുടുംബത്തെയും ഓർക്കുന്നു, അവരുടെ മക്കളെ ഓർക്കുന്നു. പേരുപേരായി സഹായിക്കുകയും എല്ലാവരെയും ദൈവിക സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാർച്ചക്കാരായി, ബന്ധുമിത്രാദികളായി, പ്രിയപ്പെട്ടവരായി കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിനുണ്ടായ നഷ്ടം വിടവ്, സഭയ്ക്കുണ്ടായ നഷ്ടം വിടവ് അവിടുന്ന് തന്നെ നികത്തുമാറാകണമേ എന്ന് ഞങ്ങൾ തിരുമേനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇന്നലെയുമായി നിന്റെ ഭൃത്യന്മാരെ നീ കരങ്ങളെടുത്തല്ലോ. ഈ ഭവനാങ്കണത്തിൽ വിതച്ച വചനത്തിന്മേൽ സ്വർഗത്തിലെ മഞ്ഞും മാരിയും അയക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചിലരുടെ പേര് ഈ ദിവസങ്ങളിൽ ജീവസ്വത്തിൽ എഴുതിയെന്നറിയുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കുമാറാകണമേ. കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ വിട്ട് കടന്നുപോയ പ്രിയമ്പിച്ചിയും ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയത് ദൈവത്തിൽ വിശ്വസിപ്പിൻ നരളി ചെയ്തവനായ കർത്താവേ, അവിടുന്ന് എത്രയും വേഗം വരുമല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ വരവിന് വേണ്ടി ഏവരും ഒരുങ്ങുവാൻ തക്കോണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് സിംതേരിക്കുള്ള യാത്രയിൽ നീ സഹായിക്കണമേ. എല്ലാ വാഹനങ്ങളെയും അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ. നിന്റെ ഭൃത്യന്മാരെ പിന്നെയും കരങ്ങളെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മൗത്ത് അവിടുന്ന് എടുക്കണം. കാൽവരി ഞങ്ങൾ കയറക്കപ്പെട്ട യേശു മശിഹായുടെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും നാം എല്ലാവരോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദുഃഖത്തിലിരിക്കുന്ന ഭവനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. കാണുകയും സ്നേഹ ചുംബനം കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സമയം അതിനുള്ളതായി മാറ്റപ്പെട്ടിരിക്കുന്നു. സെമിത്തേരിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് നേരെ കോട്ടയത്തിനുള്ള മെയിൻ റൂട്ടിൽ തന്നെ തോട്ടയ്ക്കാട് ആശുപത്രി കവലയിൽ ചെന്നിട്ട് വലത്തോട്ട് കയറി കുറച്ച് 1-2 വളവുകൾ ചെന്ന് കഴിയുമ്പോൾ പാറയ്ക്കാമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെമിത്തേരിയിലാണ് ശവസംസ്കാരം നടത്തുന്നത്. ആശുപത്രി കവലയിൽ നിന്ന് കുരിശിനോട് ചേർന്ന് വലത്തോട്ടുള്ള റോഡേ വേണം, സ്കൂൾ വഴി വേണം സെമിത്തേരിയിലേക്കുള്ളത് പോകേണ്ട വഴി എന്നുള്ള കാര്യം ഓർപ്പിക്കും. ശരീരത്തിന് പിൻഗമിക്കുന്ന സെമിത്തേരിയിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ വഴിയിലേക്ക് ഇറങ്ങി റോഡിലേക്ക് കയറണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ബദ്ധപ്പെട്ടോരിടുന്നു, എൻ സ്വദേശം കാൺമദീനായി ബദ്ധപ്പെട്ടോരിടുന്നു.
നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോ നിശ്ചയം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാഞ്ചത്തിൻ സുഖം ഇപ്പോഴും സിമിത്തേരിലേക്ക് പോകാനുള്ള പ്രിയപ്പെട്ടവര് മുകളിലേക്ക് മെയിൻ റോഡിലേക്ക് കയറി അവിടെ അമൃത എന്ന് പറയുന്ന ഒരു ബസ് അവിടെയുണ്ട്. രാവിലെ ആ ബസ്സിലേക്ക് നമുക്ക് കയറാം. പിന്നെ ഒരു സുമോയും അവിടെയുണ്ട്, അമ്പാടി സുമോ, അതിലേക്കും കയറാം. എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണം. സിമിത്തേരി ആംബുലൻസിലേക്ക് എടുക്കാൻ പോവുകയാണ്. ഭാരങ്ങൾ കൂടുന്നതീന് ഒന്നും വേണ്ട യാത്രയിൽ. അല്പമാപ്പം വിശപ്പീന് സ്വൽപ്പം വെള്ളം ദാഹിക്കേ. അല്പമാപ്പ വിശപ്പീന് സ്വൽപ്പ വെള്ളം ദാഹിക്കേ. സ്ഥലം ഹാവിശേഷം ഫലമേത്ര മധുരം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. നിത്യമായോ വാസസ്ഥ